സഹായിക്കട്ടെ. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പാസ്റ്റർ തോമസ് ജോൺ ആ, ഈ മീറ്റിങ്ങിലേക്ക് കർത്താവിൻ്റെ ദാസനെ ഇൻവൈറ്റ് ചെയ്യുന്നതിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലും എനിക്ക് അനുഭവമായ സന്തോഷമുണ്ട്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പാസ്റ്റർ ഷിക്കാഗോ പ്രെയർ ലൈനിൻ്റെ മീറ്റിങ്ങിൽ തിരുവനന്തപുരം സംസാരിച്ചിരുന്നു. അങ്ങനെയാണ് ഈ മീറ്റിങ്ങിലേക്ക് വരുന്നതിനുള്ളൊരു മുഖാന്തരമായത്. കർത്താവരദാസനെ ഇവിടെ ഞാൻ പോകുന്നതായ റിവൈവൽ ഇൻ്റർനാഷണൽ ചർച്ച്, അവിടെയാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ചർച്ചിലാണ് അറ്റൻഡ് ചെയ്യുന്ന. പാസ്റ്റർ ബാബു കുമ്പഴ നേതൃത്വം കൊടുക്കുന്ന ചർച്ചാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പാസ്റ്ററും കുടുംബവും ഇവിടെ അമേരിക്കയിലുണ്ട്. അതിനു മുമ്പ് സൗദി അറേബ്യയിലായിരുന്നു. കർത്താവിൻ്റെ ദാസന വിശ്വാസത്തിലൊക്കെ വന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. ഇവിടെ ജോലിയാണ്. ആക്ച്വലി രാത്രിയിൽ ആണ് ജോലി. ഇന്നലെ രാത്രിയിൽ, ഇവിടെ ഇപ്പം പകലായ ശനിയാഴ്ച പ്രഭാതമായതേ ഉള്ളൂ. വെള്ളിയാഴ്ച ഇന്നലെ രാത്രി മുഴുവൻ അദ്ദേഹം ജോലിയായിരുന്നു. അദ്ദേഹവും ഭാര്യയും ഒരേ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ആ ജോലി കഴിഞ്ഞിട്ട് സാധാരണ ഈ സമയത്ത്, ഇപ്പോഴിവിടെ 6:30 6:45 ഈ സമയത്ത് ഉറങ്ങാനുള്ള സമയമാണ്. എന്നാൽ കർത്താവിദാസൻ പറഞ്ഞു, ഇല്ല, എനിക്കിങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ ഇനി അതുകൂടെ കഴിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിതനായിട്ട് ഇരിക്കുകയാണ്. എന്നാൽ കർത്താവ് ുള്ള ആ സുവിശേഷത്തിലുള്ള താല്പര്യവും ആഴമായിട്ടുള്ള ആ താല്പര്യമാണല്ലോ പ്രിയമുള്ളവർ. കർത്താവ് പറഞ്ഞ പോലെ സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സൗകര്യം അനുസരിച്ചല്ല തിരുവചനം സംസാരിക്കേണ്ടത്, നമ്മുടെ സൗകര്യം അനുസരിച്ചല്ല സുവിശേഷം പറയേണ്ടത്. കർത്താവ് പറഞ്ഞത് അതാണ്. ആ തിടുക്കത്തോടുകൂടെ നമുക്ക് ഏറ്റവും അസൗകര്യമായിട്ടിരിക്കുമ്പോഴും ആ സുവിശേഷം പറയുന്നതിനുള്ള ആ താല്പര്യവും ആഴമായിട്ടുള്ള ആ ഒരു വ്യഗ്രത, അത് കർത്താവിൻ്റെ ദാസനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഭാര്യാപിതാവ് പാസ്റ്റർ ഉമ്മൻ മേത്തണം വടശ്ശേരിക്കര, നമുക്കറിയാം, ചർച്ച് ഓഫ് ഗോഡ് എന്ന ഒരു സ്വതന്ത്ര സഭ ആരംഭിച്ച 7-8 ചർച്ചുകൾ വളരെ ശക്തമായിട്ട് ഉണ്ട്. കർത്താവിൻ്റെ ദാസൻ്റെ ഭാര്യാപിതാവാണ്. ഇപ്പോൾ വളരെ വാർദ്ധക്യത്തിലൊക്കെ ഇരിക്കുന്നു. അങ്ങനെ വളരെ ശക്തമായ ശുശ്രൂഷ കുടുംബമായിട്ട് ചെയ്യുന്ന ഒരു കുടുംബമാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് തൻ്റെ ദാസനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ മീറ്റിങ്ങിലേക്ക് പാസ്റ്റർ തോമസ് ജോൺ പാസ്റ്റർ ബിനുവിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിൽ വളരെ സന്തോഷം. കർത്താവിൻ്റെ ദാസൻ തിരുവചനം സംസാരിക്കുകയും സാക്ഷ്യവും തിരുവചനവും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. നമ്മളിതൊരു കേൾവിക്കാരായിട്ട് കഥാപ്രസംഗം കേൾക്കുന്ന പോലെ രസമുണ്ടെന്ന് കേൾവിക്കാരായിട്ടിരുന്നാൽ നമുക്കതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകേണ്ടതിന്, നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പാസ്റ്റർ ബിനു ജോൺ. താങ്ക് യു. പാസ്റ്റർ തോമസ് ജോൺ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഇവിടെ ഇപ്പോൾ പകലാണല്ലോ, നാട്ടിലും ഒക്കെ സന്ധ്യ കഴിഞ്ഞ സമയമാണല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് നമ്മൾ എവിടെ ആയിരുന്നാലും ഏത് സമയത്തായിരുന്നാലും എപ്പോഴും ദൈവത്തിന്റെ കൃപാസനത്തോട് അടുത്തു വരുവാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. വിശേഷാല് എന്നെ ഈ ജയറാം മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന സിസ്റ്റർ ജോയ്സ് ജേക്കബ് എൻ്റെ താല്പര്യപ്രകാരമാണ് ഞാൻ ഈ മീറ്റിങ്ങിൽ ഇന്ന് പങ്കെടുക്കുന്നത്. നമ്മൾ അനീഷ് പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ചർച്ചിൽ ശുശ്രൂഷകരായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കുന്നു. പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ തന്നെ രാത്രിയിലാണ് എനിക്ക് ജോലി. മിക്കവാറും ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരുമിച്ചത് രാത്രിയിൽ മാത്രമേ അവർ തരത്തുള്ളൂ. പകൽ സമയത്താണെങ്കിൽ ഒരാൾക്ക് ജോലി തരാം, രാത്രിയിൽ ഒരാൾ ജോലി ചെയ്യാൻ പറഞ്ഞത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടുള്ള കാരണമായതുകൊണ്ട് ഞങ്ങൾ ആ രാത്രി തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തു. അതുകൊണ്ട് ചില പ്രശ്നങ്ങളും ഉറക്കത്തിൻ്റെതായുള്ള ക്ഷീണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ബലപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വിശേഷാല് കർത്താവിന്റെ ദാസൻ ഇവിടെ വിൽസൺ മാത്യു പാട്ടുകളൊക്കെ പാടി രാത്രിയിലുള്ള കരുതലും രാവിലെയുള്ള വിശ്വസ്ത എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ പാടിയപ്പോൾ ദൈവം നമ്മളെ എത്രമാത്രം പരിപാലിക്കുന്നു. ഞാൻ നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ
ആയിരിക്കുന്ന നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വിശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ സമയവും ഇവിടുത്തെ സമയവും ഒന്നാ. കാരണം നാട്ടിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴാണ് ഞാനും ഇവിടെ ഉണർന്നിരിക്കുന്നതെന്നുള്ള ഒരു ആശ്വാസം എനിക്കുണ്ട്. എപ്പോഴും ഞാൻ അമേരിക്കയിലായിരുന്നാലും നാടിനോടുള്ള ഒരു വലിയ ആഴമേറിയ ബന്ധം എപ്പോഴും വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ്. ഇപ്പോഴും നാട്ടിൽ പലപ്പോഴും 10 വർഷമായി അമേരിക്കയിലായിരിക്കുന്നു. 10 വർഷത്തിൽ 3 പ്രാവശ്യം നാട്ടിൽ വന്നു. ഈ 3 പ്രാവശ്യവും നാട്ടിൽ വന്നപ്പോൾ ദേവദാസന്മാരെല്ലാവരും വലിയ ഏതോ ഒരു അമേരിക്കക്കാരൻ വരുന്നു എന്നുള്ള നിലയിലാണ് എന്നെ ക്ഷണിക്കുകയും ഇൻവൈറ്റ് ചെയ്യുകയും പലയിടങ്ങളിൽ, പല ചർച്ചകളില്, പല കൂട്ടായ്മകളില്, ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ പോയി കടന്നുപോയി സംബന്ധിക്കുക. നമ്മൾ വലിയൊരു അമേരിക്കയിലെ ആ ഒരു ഗെറ്റപ്പോട് കൂടിയാണ് വരുന്നത്. പക്ഷെ എന്നെ കണ്ടപ്പോൾ, സഹകരിച്ചപ്പോൾ ഇത് വെറും നാട്ടുകാരന് തന്നെയാണല്ലോ എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ എൻ്റെയൊക്കെ എപ്പോഴും വാഞ്ചയും താല്പര്യവും നാട്ടിലായിരിക്കണം എന്നുള്ളതാണ്. ദൈവം എന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടുള്ള കാര്യമാണ്. അദ്ദേഹം സാക്ഷ്യത്തിലൂടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞല്ലോ. വീണ്ടും ചിലരൊക്കെ പുതിയ ആൾക്കാർ ഉണ്ടല്ലോ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു സാക്ഷ്യം ലഘുവായി ഞാൻ പറഞ്ഞ് ദൈവത്തിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് തോമസ് ജോൺ എന്നാണ് ഒഫീഷ്യൽ നെയിം. എന്നെ തോമസ് ജോൺ എന്ന് അങ്ങനെ ആരും അധികം വിളിക്കാറില്ല. എൻ്റെ കമ്പനിയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സാറന്മാരോ, എന്നെ പഠിപ്പിച്ച സാറന്മാരൊക്കെ എന്നെ തോമസ് ജോൺ എന്ന് വിളിക്കാറുള്ളൂ. കാരണം എവിടെ ചെന്നാലും ഒരു വടശ്ശേരിക്കാരൻ അല്ലെങ്കിൽ ഒരു റാന്നിക്കാരൻ, ഒരു പത്തനംതിട്ടക്കാരൻ കാണും. അപ്പോൾ അത് എങ്ങനെയെങ്കിലും എന്നെ പരിചയമുള്ള വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ പിതാവിനെ പരിചയമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവരായിരിക്കാം. അങ്ങനെ ഞാൻ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം എന്നെ പരിചയപ്പെടുത്തുന്നത് ഇത് വടശ്ശേരിക്കരക്കാരൻ അല്ലെ തലച്ചിറക്കാരൻ ബിനു എന്നുള്ള നിലയിലാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നെയിം ഞാൻ തന്നെ അങ്ങ് പലപ്പോഴും മറന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് വരുന്നത്. ബിനു 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 എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അത് വളരെ ചെറിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പേരായതുകൊണ്ട് ഞാനും അത് അംഗീകരിച്ചു. കാരണം എൻ്റെ വീട്ടിൽ ഓമനപ്പേരിട്ട് വിളിക്കുന്ന പേരാണ് ബിനു. എൻ്റെ മാതാപിതാക്കൾ വിളിക്കുന്ന, സഹോദരങ്ങൾ വിളിക്കുന്ന പേരാണ്. അങ്ങനെ തന്നെ ഞാൻ അറിയപ്പെടുന്നു എന്നുള്ളതിൽ എനിക്ക് ഭാരമില്ല, എങ്കിലും സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ദൈവമക്കളുടെ ഇടയിൽ അങ്ങനെ ബിനു എന്നുള്ള പേരിൽ അറിയപ്പെടുവാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ 1971 ഞാൻ ജനിച്ചത്. 7 മക്കളുള്ള ഒരു മാതാപിതാക്കളുടെ ഇളയ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ജനനത്തിൽ ഞാൻ വളരെ അധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലായിരുന്നു എൻ്റെ ശൈശവകാലം. എൻ്റെ യൗവനകാലമൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ ജോലിയൊക്കെ ലഭിച്ചത് കൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി തുടങ്ങി. അവരൊക്കെ സഹായിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ, വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ, എൻ്റെ മറ്റു സഹോദരങ്ങളെക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെയാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു, വടശ്ശേരിക്കര ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു. മാതാവ് ഹൗസ് വൈഫ് ആയിരുന്നു. ഞങ്ങളെ വളരെ തുച്ഛമായ ശമ്പളമേ ഉള്ളായിരുന്നു. ആ ശമ്പളത്തിലാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. അങ്ങനെ വളർന്നു വരുന്ന സമയങ്ങളിൽ എൻ്റെ മാതാവ് ദൈവവുമായിട്ട് വലിയ ആഴമേറിയ ഒരു ബന്ധമുള്ള ഒരു ആളായിരുന്നു. അപ്പോൾ പലപ്പോഴും കർത്താവിന്റെ ദാസന്മാരെ മാർത്തോമാ മാർത്തോമാ സമുദായത്തിലായിരുന്നപ്പോൾ തന്നെയും ദൈവദാസന്മാരെ ഭവനത്തിൽ വിളിച്ചു വരുത്തുകയും പാടുകയും പ്രാർത്ഥിക്കുകയും, എൻ്റെ പിതാവ് കുറച്ചുകൂടെ ഈ പള്ളി സ്പിരിറ്റ് ഉള്ള ആളായിരുന്നത് കൊണ്ട് എൻ്റെ പിതാവ് സ്കൂളിൽ പോകുന്ന സമയത്തായിരുന്നു, എനിക്ക് അവധിയുള്ള സമയം അല്ലെങ്കിൽ സ്കൂളിൽ പോകാത്ത സമയങ്ങളിൽ, അവധിയുള്ള സമയങ്ങളിൽ ചെയിൻ സർവേ ചെയ്യുമായിരുന്നു എൻ്റെ പിതാവ്. പലപ്പോഴും നല്ല രീതിയിൽ ചെയിൻ സർവേ ചെയ്യുക, നല്ല രീതിയിൽ പ്ലാനുകൾ വരച്ചു കൊടുത്ത് അനേകർക്ക് സമ്മതനായിരുന്നത് കൊണ്ട് എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്ന് വിളിച്ചുകൊണ്ട് പോകും. ആ ഒരു ഗ്യാപ്പിലൊക്കെയാണ് ദേവദാസന്മാരെ ഭവനത്തിൽ വിളിച്ചു വരുത്തി പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുന്നത്, ആ ഒരു അനുഭവത്തിലേക്ക് കടന്നത്. അങ്ങനെയാണ് ഞാൻ ഈ പാട്ടുകളൊക്കെ പഠിക്കുന്നത്.
ഈ തീ കത്തിക്ക എന്നുള്ള പാട്ടുകളും അങ്ങനെയൊക്കെയുള്ള ഉണർവിന്റെ പാട്ടുകൾ, അത് ഇപ്പോൾ നമ്മളുള്ള പാട്ടുകൾ, ഇപ്പൊ കേൾക്കുന്ന പാട്ടുകളൊന്നുമില്ല. ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന, ഇപ്പോഴും ആ പാട്ടുകൾക്ക് ശക്തി തന്നെയാണ്. അങ്ങനെ പാടി ദൈവത്തെ ആരാധിക്കുക. അത് ഇപ്പോഴും എൻ്റെ പ്രായത്തിലും, അതായത് 10 വയസ്സിലും 11 വയസ്സിലും 12 വയസ്സിലും ഒക്കെയും ഈ പാട്ടുകളെല്ലാം പഠിക്കുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ വളർന്നു വരുന്ന സമയത്താണ് പള്ളിയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പള്ളിയിലെ, ഞങ്ങളുടെ വീടിനോട് അടുത്ത് തന്നെയാണ് മാർത്തോമ പള്ളി ഉള്ളത്. ആ പള്ളിയിൽ അധികം പേരൊന്നുമില്ല, 10-30 വീട്ടുകാരേ ഉള്ളൂ. അപ്പൊ കുറച്ചൊക്കെ ആത്മീയ താല്പര്യമുള്ള ആൾക്കാരൊക്കെ അവിടുത്തെ ആത്മീയ ശുശ്രൂഷകളിലൊക്കെ ഏർപ്പെടാറുണ്ട്. അങ്ങനെ 15-16 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ, ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടക്കുമ്പോൾ തന്നെ പള്ളിയിലെ സൺഡേ സ്കൂൾ അധ്യാപകനായും അതുപോലെ തന്നെ ആത്മായ ശുശ്രൂഷകനായും യുവജന സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെയും വ്യാപൃതനായി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ ഒരു ആത്മീയ ചുറ്റുപാടിൽ വളർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. വിശേഷാൽ എൻ്റെ മാതാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. മാതാവ് ചെറുപ്പത്തിൽ മാതാവിനോടൊപ്പം ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത്, കുഞ്ഞുനാൾ മുതലേ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകും എന്നുള്ള പ്രായമായപ്പോൾ തന്നെ ഈ 1-ാം സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം, അതുപോലെ 91-ാം സങ്കീർത്തനം, ഇതൊക്കെയും എന്നെ മനഃപ്പാഠമാക്കി പഠിപ്പിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിന്റെ പല ഭാഗങ്ങളിൽ, പല ഘട്ടങ്ങളിൽ, പല മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്നതായി ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, അത് നമ്മൾ ക്രിയ ചെയ്യും. ഹല്ലേലൂയ. ലോകത്തിന്റെ മോഹങ്ങളിൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കാതോലിക് കോളേജിലുള്ള എൻ്റെ പഠനം കഴിഞ്ഞതിന് ശേഷം ഞാൻ കാരണം എൻ്റെ ജീവിതത്തിൽ എന്തായിത്തീരണമെന്നുള്ള ഒരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ അതുവരെ കടന്നു വന്നിട്ടില്ല. കാരണം ഇവിടെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു കൗൺസിലർ ഉണ്ട്. ഈ കൗൺസിലർ ഈ കുഞ്ഞുങ്ങളെ കൗൺസിൽ ചെയ്ത് ഈ കുഞ്ഞുങ്ങളിൽ ഈ മകനിൽ അല്ലെ മകളിൽ അടങ്ങിയിരിക്കുന്ന വാസന എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് തിരിയുവാൻ വേണ്ടി ഈ കൗൺസിലർ ഗൈഡ് ചെയ്യും. അതുപോലെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നാട്ടിലൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ മാതാപിതാക്കൾ പറയുന്നതോ എൻ്റെ സഹോദരങ്ങൾ പറയുന്നതോ ഒക്കെ എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. എനിക്കായിട്ട് ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ത്രാണി അന്നായിട്ടില്ല. എൻ്റെ ഉള്ളിലെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു അധ്യാപകനാകണം എന്നുള്ളതായിരുന്നു എൻ്റെ താല്പര്യം. അപ്പോൾ എൻ്റെ നാട്ടുകാർ, അതായത് എന്നോടൊപ്പം പള്ളിയിൽ കൂടി വരുന്നവർ, എന്നോടൊപ്പം എന്നേക്കാൾ പ്രായമുള്ളവരും എൻ്റെ ഇപ്പൊ സമപ്രായക്കാരും എല്ലാവരുടെയും ആഗ്രഹം നീ ഒരു അച്ഛനായി തീരണം എന്നുള്ളതാണ്. അവരുടെ ആഗ്രഹം ഞാനൊരു അച്ഛനാകണമെന്നും എൻ്റെ ആഗ്രഹം ഞാനൊരു അധ്യാപകനാകണമെന്നും എൻ്റെ മാതാപിതാക്കൾക്ക്, കാരണം ഈ ഒരു അറിയാം, എൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നുകൊണ്ട് വളരെ തുച്ഛമായ ശമ്പളമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ അധ്യാപകനായി, പ്രത്യേകിച്ച് ആ കാലഘട്ടങ്ങളിൽ അവിടെ പഠിച്ച് അധ്യാപകനാകുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ഒരു കാര്യമാണ്. വിശേഷം അങ്ങനെ ഒരു ജോലിയൊന്നും അങ്ങനെ ലഭിക്കത്തില്ല. എന്നെ വളരെ BEdും MEdും ഒക്കെ കഴിഞ്ഞവര് എന്നെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധ്യാപക ജോലിയും ഒരു സാമ്പത്തിക ഭദ്രത വരുത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ മേഖലയിലേക്ക് എന്നെ വിട്ടില്ല. പിന്നീട് എൻ്റെ സഹോദരൻ എഞ്ചിനീയർ ആയതുകൊണ്ട് സഹോദരൻ എന്നോട് പറഞ്ഞു അവനെ പോളിടെക്നിക്ക് പഠിപ്പിക്കാം. പോളിടെക്നിക്ക് പഠിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും, അങ്ങനെ അവൻ്റെ ഭാവി സക്സസ് ആയിത്തീരും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തമിഴ്നാട്ടിലുള്ള ദിണ്ടിഗലിലുള്ള ഒരു പോളിടെക്നിക്കിൽ കൊണ്ടുപോയി ചേർത്തു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാനല്ലാതെ വേറെ ഒരു മലയാളി അവിടെ ഇല്ല. അപ്പോൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന തമിഴന്മാരെല്ലാവരും ഈ ഒരു മലയാളത്താൻ വന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്നെ റാഗ് ചെയ്യുവാനും എന്നെ മാക്സിമം എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം ആ നിലകളിൽ എന്നെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ഇവരുടെ അടുത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെടുന്നത് സാധിക്കത്തില്ല എന്ന് മനസ്സിലായി. അതുപോലെ എല്ലാ ദിവസവും ചെരുപ്പുകൾ ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ എടുത്ത് എൻ്റെ തലയിൽ വെപ്പിച്ചുകൊണ്ട് നടത്തിപ്പിക്കൊണ്ട് പോകുന്നതായിട്ടുള്ള അനുഭവമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ കഷ്ടതയിലൂടെയും പ്രയാസങ്ങളുടെയും എന്തിനാണ് ഞാൻ ഇവിടെ വന്നത്? എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞല്ലോ ഭയമായിരുന്നത് കൊണ്ട്
അവരെ ഭയത്തോടും ബഹുമാനത്തോടും ഞാൻ കണ്ടിരുന്നത് കൊണ്ട് എനിക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എങ്ങനെയെങ്കിലും ഇത് പഠിച്ച് പുറത്തു വരണം, ഒരു ജോലി കിട്ടണം എന്നുള്ളതായ ഒരു താല്പര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി ഒരു പരുവത്തിനൊക്കെ അവിടുത്തെ കംപ്ലീറ്റ് ചെയ്ത് 3 വർഷം അത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ നാട്ടിൽ വന്നു. അപ്പോഴേക്കും എൻ്റെ വിരലുകളൊക്കെ നേരെ നിന്ന് വിരലുകളെല്ലാം വളഞ്ഞിരിക്കാൻ തുടങ്ങി. കാരണം ഈ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഈ വിരലിന്റെ പുറത്ത് ഇവർ ചവിട്ടും. അങ്ങനെ ചവിട്ടി അങ്ങനെ അത്രമാത്രം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് വീട്ടിൽ വരണം എന്നുള്ള ചിന്തയാണ്. അപ്പൊ ഈ 2-3 മാസം കൂടി ഇരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു അവധിയൊക്കെ ഒപ്പിച്ച് നാട്ടിലേക്ക് വരും. കാരണം ഒരു വെള്ളിയാഴ്ച പുറപ്പെട്ട് കഴിഞ്ഞാൽ ദിണ്ടിഗലാണല്ലോ, വലിയ ദൂരമില്ല. അങ്ങനെ ചെങ്കോട്ട വഴി ഇങ്ങനെ പുനലൂർ വഴി ഇങ്ങനെ റാന്നി ബസ്സെ കയറി പത്തനംതിട്ട വടശ്ശേരിക്ക് വരും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പോയി. എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ എന്നെ വഴക്ക് പറയും, നീ എന്തിനാ കയറി വന്നേ, നിനക്ക് അവിടെ നിന്നാ പോരെ. എനിക്ക് അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഒരു കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവർ പഠിപ്പിക്കുന്നതെല്ലാം തമിഴില്ല. ഇംഗ്ലീഷ് എന്നുള്ള ഒരു സബ്ജക്റ്റ് വായിക്കാം എന്നുള്ളതല്ലാതെ എനിക്ക് അത് ആ സമയങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം ഒന്നും അല്ലായിരുന്നത് കൊണ്ട് ഇംഗ്ലീഷ് അധികം മനസ്സിലാകുന്നതുമില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി പഠിച്ചതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പുറത്തു വന്നു. ഹല്ലേലൂയ. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലോ അവരുദ്ദേശിച്ച രീതിയിലോ എനിക്കൊരു ജോലിയോ അങ്ങനെ ആ തരത്തിലുള്ള ഒരു ജോലിയൊന്നും കിട്ടിയില്ല. കൂടുതൽ സമയവും ഭവനത്തിൽ എൻ്റെ മാതാപിതാക്കളോടൊപ്പം ആയിരിക്കാനാണ് എനിക്ക് അവസരം ലഭിച്ചത്. അപ്പോൾ എൻ്റെ മാതാവിൽ നിന്ന് ലഭിച്ച അനേകടങ്ങളിൽ എന്നെ കൊണ്ടുപോകും, കൺവെൻഷനുകളിൽ കൊണ്ടുപോകും. അവിടെ ഉപദേശിമാര്, അന്നത്തെ പഴയ കർത്താവിന്റെ ദാസന്മാരൊക്കെ ശക്തമായ കയ്യിലൊക്കെ ഒരു താളത്തിന് ഒരു ചിഞ്ചിന് പോലെ സാധനം വെച്ച് വിരലുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് പാട്ടുകളൊക്കെ പാടുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ തറച്ചത് കൊണ്ട് ഞാനൊന്ന് പറയട്ടെ, പ്രിയ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പ്രിയ മാതാക്കളാണല്ലോ കൂടുതലും ഞാനിവിടെ കാണുന്നത്. പ്രിയ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുക്കാവുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. കരുതി വെക്കുക എന്ന് പറയുന്നത് കുറെ റബ്ബർ എസ്റ്റേറ്റുകൾ വാങ്ങിച്ചു കൂട്ടി വെക്കുക എന്നുള്ളതല്ല. അവർക്ക് വേണ്ടുന്നതായ ആത്മീയമായ വചനങ്ങൾ അവരുടെ ഉള്ളത്തിൽ നമ്മൾ പകർന്നു കൊടുക്കണം. ആ കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, 1-ാം സങ്കീർത്തനവും 23-ാം സങ്കീർത്തനവും 91-ാം സങ്കീർത്തനവും എൻ്റെ മാതാവ് എന്നെ കാണാതെ പഠിപ്പിച്ചത് കൊണ്ട് അത് ഒരിക്കലും ഇന്നു വരെയും എൻ്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അന്ന് ഞാനത് മനപ്പാഠം പഠിച്ചപ്പോൾ അതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇന്ന് എനിക്കൊന്ന് മനസ്സിലായി. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വാടാതെ എന്ത് പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും തളരാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഈ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യണം. ഈ നമ്മുടെ ഉള്ളിൽ കയറണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന അവർക്ക് വിദ്യാഭ്യാസമല്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ തലമുറകളെ ഓർത്ത നമ്മൾ കരയുന്നവരായി തീരണം. തലമുറകൾക്ക് വേണ്ടി കരുതി വെക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ വചനം അവരുടെ ഉള്ളത്തിൽ നമ്മൾ കൊടുക്കുവാൻ നമുക്കറിയാം. അനേകടങ്ങളിൽ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ പല യൗവനക്കാരായ കുഞ്ഞുങ്ങൾ പല രീതിയിൽ വഴിതെറ്റി പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇത്രയും ചെറുപ്പത്തിലെ തന്നെ ഇവർക്കൊക്കെ പണ്ടൊന്നും അങ്ങനെയുള്ള ചിന്ത പോലും നമ്മുടെ മനസ്സുകളിൽ വരത്തില്ലായിരുന്നു. അത്രമാത്രം കരുതലിലും കെയറിലുമായിരുന്നു നമ്മൾ വളർന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങളൊക്കെ ഏതെല്ലാം നിലകളിലാണ് അവർ മാറിപ്പോകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ആ നിലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം അവരുടെ ഉള്ളിൽ പകർന്നു കൊടുക്കാം. അത് സൺഡേ സ്കൂളിൽ ചിലപ്പോൾ ലഭിച്ചെന്ന് വരാം. സൺഡേ സ്കൂളിൽ നിന്ന് മാത്രം ലഭിച്ചത് കൊണ്ട് കാര്യമായില്ല. നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ അത് നമ്മൾ കൊടുക്കണമെന്ന് ഇന്നത്തെ മീറ്റിംഗിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹേമിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ എപ്പോഴും നമ്മൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം, നമ്മുടെ ദേവദാസന്മാരായാലും ദൈവത്തെ നമ്മുടെ തലമുറകളെ, പ്രത്യേകിച്ച് അമേരിക്കയിൽ കുഞ്ഞുങ്ങളെ അവർ വേറൊരു വഴിയിലും
ആത്മീയ ശുശ്രൂഷകളൊക്കെ ശക്തമായ നിലകളിൽ മുന്നേറ്റ് വരുന്നതായ ദേവദാസന്മാരുടെ തലമുറകളെ ഒന്നും അവരോട് ചോദിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. കുഞ്ഞുങ്ങൾ എവിടെ? ഞാൻ പലപ്പോഴും നാട്ടിലൊക്കെ നമ്മൾ രീതിയിൽ പല ദേവദാസന്മാരോട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കുറിച്ചൊക്കെ ചോദിക്കും. അവർക്ക് ആർക്കും താല്പര്യമില്ല, കാരണം അവർക്ക് ഷെയർ ചെയ്യുവാൻ താല്പര്യമില്ല. ആ നിലകളിലേക്ക് പോകാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ നിലകളിൽ വളർത്തിയെടുക്കണമെന്ന് ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അല്ലെങ്കിൽ എൻ്റെ സമയം മുന്നോട്ട് അധികം പോകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ വളർന്നു വന്ന ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ ഭവനത്തിലായിരിക്കുന്ന സമയത്ത് ജോലിയൊന്നും കിട്ടാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അയൽവാസി ആയിരിക്കുന്ന പൂനെയിലുള്ള എൻ്റെ ഒരു അയൽവാസി ആയിരിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, അവന് പൂനെയിൽ അവൻ്റെ അമ്മാച്ചന്മാരുണ്ട്, അവനെ നേരത്തെ കൊണ്ടുപോയി അവിടെ ജോലിയൊക്കെ കിട്ടി, എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു ദിവസം പൂനെക്ക് പോയി. അങ്ങനെ പൂനെയിൽ ചെന്ന് ആ തണുപ്പ്, അവിടെ ഉള്ള തണുപ്പ് ഒക്കെ അടിച്ച് എന്തോന്നറിയത്തില്ല, എനിക്ക് ആസ്മയും അന്ന് വരെ ഇല്ലാതിരുന്ന അസുഖങ്ങളെല്ലാം എനിക്ക് പിടിപെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു കമ്പനിയില്ല, അന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത്. ഇലക്ട്രിക്കൽ വയറിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു പാനൽ ബോർഡുകളൊക്കെ ഉണ്ടാക്കുന്നതായ, അതായത് ഒരു മോട്ടോർ വർക്ക് ചെയ്യാൻ വേണ്ടുന്ന 3 ഫേസ് പവറുകൾ ഒക്കെയുള്ള ഈ ചെറിയ ചെറിയ കൺട്രോൾ വയറിങ്ങുകളൊക്കെ ചെയ്യുന്നതായിട്ടൊരു പാനൽ ബോർഡ് കമ്പനിയിൽ എനിക്ക് ജോലി ലഭിച്ചു. ഈ കമ്പനിയിൽ കയറിയപ്പോൾ തന്നെ ഒരു ജോലിയൊക്കെ ആയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരിക്കുമ്പോൾ അവരെന്നെ ഈ പാനൽ ബോർഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് പോയി ഇൻസ്റ്റാൾ ചെയ്യുന്നതായ അതുകൊണ്ട് പോയി അതൊരു വലിയ ഫാക്ടറികളിലേക്ക് അവരുടെ ഓർഡർ അനുസരിച്ചാണ് ഈ പാനൽ ബോർഡുകൾ ചെയ്യുന്നത്. ഈ പാനൽ ബോർഡ്, സ്വിച്ച് ബോർഡുകളൊക്കെ ഈ പാനൽ ബോർഡുകളും കൊണ്ടുപോയി അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായ ആന്ധ്രാപ്രദേശിലെ ഒരു ഷുഗർ ഫാക്ടറിയിലാണ് അത് പോയി ഇൻസ്റ്റാൾ ചെയ്യുക. അന്നത്തെ ആ ഓർഡർ അവർക്ക് ലഭിച്ചത് ആ ഫാക്ടറിയിലേക്കുള്ള പാനൽ ബോർഡുകൾ ചെയ്യാനാണ്. അവിടെ കൊണ്ടുപോയി അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി എന്നെ കൂടാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരോടൊപ്പം അവിടെ ഇരിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചുവെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കഷ്ടതകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് എനിക്ക് ആകെപ്പാടെ പ്രയാസങ്ങളെ കൂടുന്നതല്ലാതെ, എന്നാലും ഞാൻ ഇതെല്ലാം സഹിച്ച് മുന്നോട്ടങ്ങ് പോയി. അവിടെ ചെന്ന് അപ്പം അവിടെ ഭക്ഷണമൊക്കെ ലഭിക്കുന്നത് വട്ടയില പോലെയൊക്കെ ഉള്ള, അവിടെ പാത്രങ്ങളൊന്നും ഞാൻ കണ്ടില്ല, വട്ടയില പോലെ ഇത് ഉണക്കി വെച്ചിരിക്കുന്ന ഒരു ഇലയ്ക്കകത്ത് ഒരു ചോറും കറികളും ഒക്കെ തന്നെ അങ്ങനെയാണ്. പക്ഷെ അത് ഉൾഗ്രാമത്തിലാണ് ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഹോട്ടൽ, നല്ലൊരു ഹോട്ടലൊന്നുമില്ല. ഇവിടെ ഈ തരുന്ന ഭക്ഷണം അല്ലാതെ വേറെ ഒന്നും കഴിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ അവിടെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെയും എന്നെ ഈ ഓരോ മുഖാന്തരങ്ങളിലൂടെ ദൈവം കൊണ്ടുപോകുമ്പോഴും പലതും എന്നെ പഠിപ്പിക്കുകയായിരുന്നു ദൈവം ചെയ്തത്. അപ്പൊ നമ്മൾ പലപ്പോഴും പല രീതികളിൽ നമ്മൾ കഷ്ടതയെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും എപ്പോഴും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിലൂടെ കടന്നു വന്നത് കൊണ്ട് ഒരു പഴഞ്ചൊല്ലി ഞാൻ കേട്ടത്, തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടത്തില്ല. അപ്പൊ ഒരു കഷ്ടതയുടെയും പ്രയാസങ്ങളുടെ അനുഭവത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അപ്പൊ ഒരു പ്രയാസം, പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അത് ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് അവിടെ വെച്ച് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. അങ്ങനെ അധികം നാൾ അവിടെ നിന്നില്ല. ഒരു 2-3 മാസങ്ങളാണ്. ഇപ്പൊ എൻ്റെ ചേട്ടൻ സൗദി അറേബ്യയിലായിരുന്നു. എൻ്റെ ചേട്ടൻ എനിക്കൊരു വിസയൊക്കെ ശരിയാക്കി തന്ന് എന്നെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പൂനെയിലായിരുന്നപ്പോഴും നാട്ടിലായിരുന്നപ്പോഴും എല്ലാം ഒരു ആത്മായ ശുശ്രൂഷകനായി ഞാൻ അവിടെ പൂനെയിലായിരുന്നപ്പോൾ 2-3 മാസം ഞാൻ പൂനെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും അവിടെ നാട്ടിലെ എൻ്റെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരാണല്ലോ, ഇത് ബിനു ആണ്, നാട്ടിലെ ആത്മായ ശുശ്രൂഷകനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ മധുബായിലേക്ക് തള്ളിവിടും. അവിടെ ചെന്നിട്ട് മധുബായിൽ എനിക്കറിയാവുന്ന ഈ ധൂപക്കുറ്റി വീശല്, എവൻഗോലിൻ വായന, ഇതെല്ലാം ഞാനും ചെയ്യും. അച്ഛനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഒരു അനുഭവമാണ് സൗദി അറേബ്യയിലും ഞാൻ പ്രതീക്ഷിച്ച് ചെല്ലുന്നത്. അവിടെ ഒരു ബൈബിളൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിലും ഞാനൊരു തുണിക്കകത്തൊക്കെ പൊതിഞ്ഞു കെട്ടി ഈ ബൈബിളുമായിട്ട് സൗദി അറേബ്യ ചെന്നു. 2 വർഷം അവിടെ നിന്നിട്ടും ഒരു കൂട്ടായ്മ പോലും എനിക്ക് കിട്ടിയില്ല. 2 വർഷം ഞാൻ അവിടെ നിന്ന്. കാരണം മാർത്തോമാക്കാരായിട്ടുള്ള എൻ്റെ സ്നേഹിതരായിരിക്കുന്ന പലരെയും പോയി കണ്ടു. അവര് പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവിടെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ 2 വർഷം കൂടുമ്പോൾ നാട്ടിൽ പോയി അവിടുത്തെ പള്ളിയിൽ അങ്ങനെ ആരാധിക്കാം, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ല എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ചെന്നപ്പോൾ ഒരു അച്ഛൻ്റെ മകനെ, എനിക്കറിയാവുന്ന ഒരു അച്ഛൻ്റെ മകനെ കാണാൻ വേണ്ടി ഞാൻ അവിടെ കാരണം ഈ അച്ഛന്മാരുടെ മക്കളെങ്കിലും ആരാധിക്കുമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ അവരെല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന് ചീട്ടുകളി. അപ്പൊ വെള്ളിയാഴ്ച ദിവസമാണല്ലോ അവിടുത്തെ അവധി. അപ്പൊ അങ്ങനെ
അങ്ങനെ ആ ഒരു സാഹചര്യവും എന്നിൽ നിന്ന് നഷ്ടമായി. അപ്പോൾ ഞാനൊരു സർവീസ് എഞ്ചിനീയർ ആയിട്ടാണ് ഈ സൗദി അറേബ്യയിൽ ചെല്ലുന്നത്. അവിടെ ഉണ്ടാക്കുന്നതായ മെഷീനറി, ഇലക്ട്രിക്കൽ മെഷീനറീസുകളൊക്കെ അനേകയിടങ്ങളിൽ സൗദിയിലെ മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിൻ്റെ കൂടെ ഞാനും പോകണം. ഞാനും പോയിട്ട് അവിടെ ചെന്ന് കണക്ട് ചെയ്ത് ഇത് അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇതിന്റെ പ്രവർത്തനക്ഷമമാക്കിയിട്ട് മാത്രമേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. അവരൊരു സാറ്റിസ്ഫാക്ഷൻ സർട്ടിഫിക്കറ്റ് തരും, ഒരു ലെറ്റർ തരും. അതുമായിട്ട് വന്നെങ്കിൽ മാത്രമേ എൻ്റെ TNDA-യും അതുപോലെയുള്ള ശമ്പളം കാര്യങ്ങളും എല്ലാം കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു ജോലിയായിരുന്നു അവിടെ സൗദി അറേബ്യയിലെ എല്ലാ സ്ഥലങ്ങളും, ജിസാന, ജദ്ദ, മക്ക മദീനയിലൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ നോൺ മുസ്ലിംസിന് അലൗഡ് അല്ല. എങ്കിലും ഞാൻ ഈ ജോലി ആയതുകൊണ്ട് എന്നെ അവിടെ കയറ്റി അവിടെയുള്ള കമ്പനികളിലൊക്കെ ഉള്ള മെഷീനറീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ എന്നെ അയക്കും. അങ്ങനെ അങ്ങനെ വന്ന സമയത്താണ് വീണ്ടും ഞാൻ അൽക്കോബാറിലാണ് ഞാൻ വരുന്നത്. അൽക്കോബാറിൽ വന്ന സമയത്ത് അവിടെ തിരിച്ചു വന്നപ്പോൾ എൻ്റെ റൂംമേറ്റ് ആയിട്ട് വെണ്ണിക്കുളംകാരനായ ബിജു എന്ന സഹോദരൻ കടന്നു വന്നു. ഈ സഹോദരൻ വന്ന ഉടൻ തന്നെ ബൈബിളും എടുത്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. കാരണം ആരോ അദ്ദേഹത്തെ റിസീവ് ചെയ്യാൻ വേണ്ടി വരും. ഉടൻ തന്നെ എന്തോ ഒരു സിഗ്നൽ പുള്ളിക്ക് ലഭിച്ചു. പുറത്തു നിന്ന് നോക്കി ഏതാണ്ട് ചെയ്തു. ഉടൻ തന്നെ അവിടെ വളരെ സീക്രട്ട്, ഇതൊന്നും ആരുമായിട്ട് ഷെയർ ചെയ്തെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയി ഒരു രാത്രി 12:30 കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം വരുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായി, ബൈബിളും കൊണ്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ കൂട്ടായ്മയ്ക്കാം. ഞാൻ 2.5 വർഷമായിട്ടും ഞാൻ ഈ ബൈബിൾ തൊടുന്നതല്ലാതെ, തലയ്ക്ക് വെച്ചുകൊണ്ട് കിടക്കുന്നതല്ലാതെ എനിക്കിതൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. വന്ന അന്ന് തന്നെ ഈ പ്രിയ സഹോദരൻ ഇതുമായിട്ട് പോയി. ഇതെന്തോ മറിമായമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഈ സഹോദരന് കടന്നു വന്നപ്പോൾ ചോദിച്ചു, സഹോദരനോട്ടാ പോയെ? അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, കാരണം പെന്തിക്കോസ് സമൂഹവുമായിട്ട് അധികം കണക്ഷൻ ആ കാലഘട്ടങ്ങളിൽ എനിക്കില്ലായിരുന്നു. കാരണം ഞങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളൊക്കെ ആ മാർത്തോമ പശ്ചാത്തലത്തിലാണ്. ആ ഏരിയയിൽ മുഴുവനും മാർത്തോമ. അപ്പൊ വേറെ ഒരു കത്തോലിക്കനോ ഒരു യാക്കോബക്കാരനോ അല്ലെങ്കിൽ ഒരു ബ്രദറുകാരോ ആരും തന്നെ ഇല്ല, എല്ലാം മാർത്തോമാക്കാര്. അപ്പൊ പള്ളി തന്നെ 4 പള്ളികളാണ് അടുത്തടുത്തായിട്ടുള്ളത്. അപ്പൊ ഒരു പള്ളിയിൽ നിന്ന് അവിടെ ആള് കൂടുമ്പോൾ മറ്റൊരു പള്ളിയിലോട്ട് പോകും. അങ്ങനെ ഇപ്പൊ ഏറ്റവും അവസാനം പണിഞ്ഞ പള്ളിയാണ് ഞങ്ങളുടെ പള്ളി. 30 വീട്ടുകാരെ ഉള്ളായിരുന്നു. ഞാൻ അതൊന്നും കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ അങ്ങനെ കടന്നു വന്ന ഈ പെന്തിക്കോസ് ആരാധനയിലാണ് ഇദ്ദേഹം പോയതെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച തൊട്ട് ഞാനും വരുവാ, സഹോദരൻ്റെ കൂടെ ഞാനും വരുക. അപ്പൊ എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഞാൻ ഏതായാലും അവരോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം പോയി ചോദിച്ചു. അപ്പൊ എന്നെ കുറിച്ച് നല്ലതായിട്ട് പഠിക്കാൻ പറഞ്ഞു. ഞാൻ എങ്ങനെയാ ഉള്ളവനാണെന്ന് അറിയത്തില്ലല്ലോ. ഞാനൊരു മാർത്തോമ സ്പിരിറ്റുമായിട്ട് ബന്ധുക്കോസുകാരടക്കി എന്നിരുന്നിട്ട് അവിടെ ചെന്നിട്ട് പുറത്ത് വന്നിട്ട് അവിടെ മുത്തവ എന്ന് പറയും. മുത്തവ എന്ന് പറയുന്ന ഇവരോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ മുസ്ലിങ്ങളുടെ മതപണ്ഡിതനാ, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ പാക്ക് ചെയ്ത് നാട്ടിൽ കയറ്റി വിടും. പിന്നെ ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് സൗദി അറേബ്യ ആ കാലഘട്ടങ്ങൾ. എന്നാൽ ഇന്ന് അതൊക്കെ മാറി. അവിടെ സഭാഗോളുകളായി, പള്ളികളായി എല്ലാം മാറി എന്നൊക്കെ എനിക്ക് അറിവ് ലഭിച്ച പ്രിയപ്പെട്ടവരൊക്കെ പറയുവാനിടയായി. ആ കാലഘട്ടം അത്രമാത്രം പ്രതികൂലങ്ങളിൽ ആയിരുന്ന എന്നെ അപ്പൊ വളരെ കുറെ നാൾക്ക് ശേഷം എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഓരോരുത്തരായിട്ട് ഒരു വീട്ടിലോട്ട് കയറുകയാണ്. ഒരുത്തർ അവിടെ നിൽക്കണം. ഒരാൾ കയറി കഴിയുമ്പോൾ മറ്റൊരാൾ അവിടെ നിൽക്കണം. അപ്പൊ ഒന്നിച്ച് കയറിപ്പോകാൻ പറ്റും. നമ്മളൊക്കെ പള്ളിയിൽ പോകുന്നു ഒന്നിച്ചാ, സന്തോഷത്തോടെ. നമുക്ക് സങ്കീർത്തനക്കാരൻ പറഞ്ഞു ആലയത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ സന്തോഷമുണ്ടായി, സന്തോഷത്തോടെ ഇങ്ങനെ അങ്ങനെ പോകുന്നത് നടക്കത്തില്ല. അപ്പൊ ഓരോരുത്തരായിട്ട് കയറി, അത് ചെരുപ്പൊന്നും പുറത്തിടാൻ പറ്റത്തില്ല. ഇത് ചുരുട്ടിക്കൂട്ടി ബാഗിനകത്ത് പൊതിഞ്ഞ് വേണം അകത്തി ചെന്നപ്പോ ഞാൻ വിചാരിച്ച വിശാലമായ ഹോളായിരിക്കും, അമ്മ നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ പോയി നല്ല രീതിയിൽ ഇരിക്കാമെന്ന്. അവിടെ ചെന്നപ്പോൾ കാല് കുത്താൻ സ്ഥലമില്ല. ഒരു ചെറിയ മുറിക്കകത്ത് ഒന്ന് മുട്ടിന്മേൽ ഇരിക്കാമെന്നല്ല, മുട്ടിന്മേൽ ഇരുന്നെങ്കിലേ പറ്റത്തുള്ളൂ അടുത്തൊരാൾക്ക് ഇരിക്കണമെങ്കിൽ. അങ്ങനെ 3 മണിക്കൂറോളം ഞാൻ അങ്ങനെ ഇരുന്നത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു. എന്നാൽ അതൊരു കഷ്ടതയല്ലായിരുന്നു. കാരണം അത് അത്യന്തമായ ഒരു വലിയ തേജസ് എന്നിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവം. അവിടെ നടന്നതായ ആ ചെറിയ മുറിയിൽ നടന്ന ആരാധന, എൻ്റെ ജീവിതത്തിൽ അത് പിന്നീട് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം വലിയ അനുഭവമായിരുന്നു. അന്ന് തന്നെ ആ നിമിഷം തന്നെ ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. നീ അടങ്ങിയിരിക്കരുത്, എഴുന്നേൽക്കാൻ പറഞ്ഞു.
എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. ഇവിടെ അന്നേരം സ്നാനത്തെ കുറിച്ചൊക്കെ ഒരുവിധമൊക്കെ എനിക്കറിയാം. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, നിക്ക് സഹോദരൻ ഇവിടെ ഇരിക്കുക, അതിനുള്ള ക്രമീകരണമൊക്കെ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അപ്പൊ അങ്ങനെ എനിക്ക് എന്നെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. കുറേ ദിവസങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം തൊട്ടങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് വരെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതാ, ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നതായ വചനമല്ല അത്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഷണ്ണൻ ഫിലിപ്പോസിനോട് പറഞ്ഞതുപോലെ പൊരുൾ തിരിച്ചു തരാമെന്നുകൊണ്ട് ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്ന് പറഞ്ഞതുപോലെ, അതുവരെ പൊരുൾ തിരിച്ചു തരാൻ ആരുമില്ലാതിരുന്ന ഈ പുസ്തകത്തിലെ മർമ്മങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പൊരുൾ തിരിച്ചു തരാൻ തുടങ്ങി. ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും ആദാമിന്റെയും ഹവ്വായുടെയും കാര്യങ്ങളായിരുന്നാലും പുതിയ നിയമത്തിലെ കാര്യങ്ങളായിരുന്നു, ഓരോന്ന് വായിക്കുമ്പോഴും അത് വലിയ വലിയ ഏതോ ഒരു വ്യക്തി എന്നോട് ഇരുത്തി പഠിപ്പിക്കുന്നത് പോലെയുള്ളതായ അനുഭവത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയി. അതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ദൈവകൃപയാൽ ഇത് രണ്ടും അവിടെ വെച്ച് നടന്നു. അതിൽ 1 മാസം കൂടെ മാത്രമേ എനിക്ക് ആ ദേശത്ത് നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. കാരണം ജിദ്ദയിലേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഈ അൽക്കോബാർ വിട്ട് ജിദ്ദയിലോട്ട് പോകുന്ന പ്രശ്നമില്ല, കാരണം എനിക്ക് ആരാധന ആണ് പ്രധാനം. അങ്ങനെ എന്നെ ടെർമിനേറ്റ് ചെയ്ത് റിസൈൻ ചെയ്യുകയായിരുന്നു. റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് കടന്നു വന്നു. അപ്പൊ എന്നെ സൗദി അറേബ്യയിൽ കൊണ്ടുപോയത് ഒരു പണം സമ്പാദിക്കാനോ ഒരു വലിയ എഞ്ചിനീയറായിട്ട് വലിയ കൊട്ടാരം വെച്ച് ജീവിക്കാനോ ആയിരുന്നില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. കാരണം നാട്ടിൽ നിന്നാൽ ഞാൻ ഒരിക്കലും രക്ഷിക്കപ്പെടത്തില്ല, ഒരു ദൈവപൈതലായി തീരാൻ കഴിയത്തില്ല, ഒരു ദൈവദാസനായി തീരാൻ കഴിയത്തില്ല എന്ന് എനിക്ക് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് എന്നെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയത്. ഞാൻ അവളെ വശീകരിച്ച മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് കൃത്യമായി സംസാരിക്കുമെന്നുള്ള ദൈവത്തിന്റെ ഇമ്പമേറിയ ശബ്ദം മരുഭൂമിയിൽ വെച്ച് എന്നെ കേൾപ്പിച്ചു. അതുകൊണ്ട് ഇന്നും കഴിഞ്ഞ 35 വർഷങ്ങളായി ഇന്നും മാറ്റമില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വലിയ പ്രസിദ്ധനാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, എങ്കിലും എൻ്റെ ദൈവം എന്നെ സന്തോഷത്തോടെ വഴി നടത്തുന്നു. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ വീണ്ടും നാട്ടിൽ കടന്നു വന്നു. എനിക്കൊരു ജോലിയില്ല, ഒന്നുമില്ലാതിരിക്കുക. എൻ്റെ വിവാഹപ്രായമായി 29 വയസ്സായി. വിവാഹപ്രായമായി നിൽക്കുന്ന സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. പക്ഷെ എൻ്റെ മാതാപിതാക്കൾക്ക് ചിന്ത വന്നു, ഇങ്ങനെ നടന്നാൽ നീ എന്തോ ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു AG ചർച്ച്, ഒരു 3 മൈലോളം ദൂരെയുള്ള AG ചർച്ചിൽ ഞാൻ നടന്നുപോയി. മലയുടെ മണ്ടയ്ക്ക പോയി ആരാധിച്ചുകൊണ്ടിരുന്നു. ഈ ചർച്ചുകാര് ഒരു ദിവസം പോലും എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടില്ല. കാരണം എൻ്റെ ഫാദറിനെ ആ ഏരിയയിലൊക്കെ എല്ലാവർക്കും പേടിയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്തുവാന്ന് പറയുന്നതായ ഒരു പ്രകൃതമാണ്. അപ്പൊ അതുകൊണ്ട് വീട്ടിലോട്ട് വരത്തില്ല, ഞങ്ങൾ അങ്ങോട്ടൊന്നും വരത്തില്ല, നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്നവർ. അപ്പൊ എനിക്കൊരു സപ്പോർട്ടില്ല, കാരണം അവർ എനിക്ക് സപ്പോർട്ട് തരുന്നില്ല. അങ്ങനെ വന്ന് ഞാൻ പള്ളിയിൽ തന്നെ പള്ളിയിലെ നിരന്തരമായ പ്രേരണ കൊണ്ട് ഞാൻ പള്ളിയിൽ തന്നെ അങ്ങ് പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് പള്ളിയിൽ പോയി ഇരുന്ന് ഒരു പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ, എൻ്റെ അയൽവാസി ആയിരുന്ന ഒരു സഹോദരൻ ഓടി വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവിനെ സാറെന്നാണ് അവിടെയുള്ള എല്ലാവരും വിളിക്കുന്നത്, സാറ് വിളിക്കുന്നു, പെട്ടെന്ന് വീട്ടിലോട്ട് വരണം. അങ്ങനെ വീട്ടിലോട്ട് ചെന്നപ്പോഴാണ് ഈ ദാസൻ അനീഷ് മാസ്റ്റർ ഓർപ്പിച്ചതുപോലെ എൻ്റെ ഫാദറിലോ അവിടെ മകൾക്ക് വേണ്ടി വിവാഹം ആലോചിച്ചുകൊണ്ട് അവിടെ എനിക്കൊരു ജോലിയില്ല. എനിക്ക് ആകപ്പാടെ എൻ്റെ പിതാവിനുള്ളത് 1 ഏക്കർ സ്ഥലമാണ്. ആ 1 ഏക്കർ സ്ഥലത്ത് ഞങ്ങള് എൻ്റെ സഹോദരിമാർക്ക് ആർക്കും തന്നെ അവർ നഴ്സുമാരൊക്കെ ആയിരുന്നത് കൊണ്ട് അവർക്ക് അധികം ഒന്നും പൈസ ഒന്നും കൊടുത്ത് അവരെ വിവാഹം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ 1 ഏക്കർ സ്ഥലം 7 പേർക്കായിട്ട് എഴുതി വെച്ചേക്കാച്ചാൻ. എൻ്റെ പിതാവ് 7 പേർക്ക്. അപ്പൊ എനിക്ക് എന്തോ കിട്ടാനാ? അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ. അപ്പൊ ജോലിയിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പിതാവ് പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ദൈവപൈതലിനെ കിട്ടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ വിവാഹം നടന്നു. അവരും സമ്മതിച്ചു, എൻ്റെ മാതാപിതാക്കളും സമ്മതിച്ചു. നോക്കിക്കോണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന വഴിത്തിരിവുകൾ, എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും. ഒരു ദൈവപൈതലായ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം, ഹല്ലേലൂയ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഓർപ്പിക്കുക. നിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു വാഞ്ചയുണ്ടെങ്കിൽ, ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നിന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഹല്ലേലൂയ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഞാൻ എൻ്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവം. ഹല്ലേലൂയ. കാരണം ഒരു ശക്തമേറിയ ആത്മീയ വലയത്തിനുള്ളിലേക്കാണ് ഞാൻ പോയത്. കാരണം ദൈവവേല അല്ലാതെ, മിനിസ്ട്രി അല്ലാതെ അനേക പ്രോപ്പർട്ടികൾ, എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്ന എൻ്റെ ഫാദറിലോ ആ എസ്റ്റേറ്റുകൾ എല്ലാം വിറ്റും, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആദ്യം തടികളൊക്കെ വിൽക്കും, എന്നിട്ട് തടികളൊക്കെ വിറ്റിട്ട് അതുകൊണ്ട് പ്രിയ ജോയ്സ് സിസ്റ്റർ ഓർപ്പിച്ചതുപോലെ ബീഹാർ, നമ്മുടെ പി ജി വർഗീസിന്റെ അവിടെയും അങ്ങനെയൊക്കെ ഉള്ള ഇവിടെ ഇങ്ങനെ പോയി ദൈവവേലയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ അങ്ങ് പോവുക. തിരിച്ചു വരുമ്പോൾ അമേരിക്കയിൽ 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒന്നും സമ്പാദിക്കാതെ വെറും കൈയോടെ കടങ്ങി വന്നത് അച്ചായ മാത്രമേ ഉള്ളൂ. കാരണം അതുകൊണ്ട് ഞാൻ ആ ഒരു ദൈവവേല അല്ലാതെ വേറെ ഒന്നുമില്ലാതൊരു ഭവനത്തിൽ അത് സഹോദരങ്ങളായാലും എല്ലാവരും അവർ ദൈവവേലയിലായിരിക്കുന്നത് കൊണ്ട് ആ ഒരു ഭവനത്തിലോട്ട് വന്നതുകൊണ്ട് പ്രിയ പിതാവിനെ കൊണ്ടുപോകുന്ന ഇടങ്ങളിലെല്ലാം സാക്ഷ്യം പറയാൻ അവസരം തരും. ദൈവവചനം ശുശ്രൂഷിക്കാൻ അവസരം. അങ്ങനെ ദൈവവചനത്തിൽ മുന്നോട്ട് വരുവാൻ ഇടയായി. എൻ്റെ സഹോദരി, ഞാൻ പറഞ്ഞല്ലോ, നേഴ്സ് ആയിരുന്നത് കൊണ്ട്, അമേരിക്കയിലായിരുന്നത് കൊണ്ട് എൻ്റെ സഹോദരി ഞങ്ങൾക്ക് വേണ്ടി ഫയൽ ചെയ്തു. അങ്ങനെ ഒരു 10 വർഷം മുമ്പ്, 13 വർഷങ്ങൾക്ക് ശേഷം ഫയൽ ചെയ്ത് 13 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത്. കുടുംബമായി ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. 2 പൈതങ്ങളുണ്ട്. ഞങ്ങൾ ഇപ്പോഴും എവിടെയായിരുന്നാലും എനിക്ക് പൂർണ്ണ സമയം സുവിശേഷ വേല ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ, ഇവിടെ ജീവിക്കണമെങ്കിൽ പൈസയുടെയൊക്കെ ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് ജോലി ചെയ്യുന്നുണ്ട്. എവിടെയായിരുന്ന ഏത് ചർച്ചിൽ നമ്മൾ ആയിരിക്കുന്ന ചർച്ചിൽ കർത്താവിന് ദാസനോട് ചേർന്ന് നിന്നുകൊണ്ട് അസോസിയേറ്റ് ആയി നിന്നുകൊണ്ട്, ദുബായിലായിരുന്നപ്പോഴും അങ്ങനെ, സൗദിയിലായിരുന്നപ്പോഴും അങ്ങനെ, എന്നെ എവിടെല്ലാം ദൈവം കൊണ്ടുപോകുന്നു അവിടെ ആയിരിക്കുന്ന സഭയിൽ ഒരു സഹശുശ്രൂഷകനായി ദൈവത്തിന്റെ മുഖത്ത് ശുശ്രൂഷ മുഖത്ത് ദൈവം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇതിൽ പരം ആനന്ദം വേറെയില്ല. അതുകൊണ്ടാണ് ജോയ് സിസ്റ്റർ ആവശ്യപ്പെട്ടപ്പോൾ, അനീഷ് പാസ്റ്ററിലൂടെ ആവശ്യപ്പെട്ടപ്പോൾ ഇത്ര ഇപ്പം ഉറക്കമൊന്നുമില്ല, ഇനിയിപ്പോ കുറച്ച് വേണമെങ്കിൽ വൈകിട്ട് വരെ ഇങ്ങനെ ഇരിക്കാമെന്ന് തോന്നും. അതുപോലെയുള്ള സന്തോഷമാണ് ഈ ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. വചനം കേൾക്കുന്നതും ശുശ്രൂഷിക്കുന്നതും പാട്ടുകൾ പാടുന്നതും പാട്ടുകൾ ചേർന്ന് ആരാധിക്കുന്നതും. ഇതിൽ പെന്തക്കോസ്തുകാരിലെ കൂട്ട് മഹാഭാഗ്യമുള്ളവർ വേറെ ഈ ഭൂമിയിലില്ല. ഇതുപോലൊരു ജാതി ഉണ്ടോ എന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ. അതുകൊണ്ട് ആരെങ്കിലും വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് നിരാശപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജാതിയില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അർപ്പിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബീഹാറിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം ഒറീസയിൽ പോകുന്നു, ബീഹാറിൽ പോകണം, ഇങ്ങനെയൊക്കെ അവിടെ പോയി അവിടെയൊക്കെ ഉള്ള ദൈവവേലയെ കാണാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെയുള്ള താല്പര്യവും ആഗ്രഹത്തിലുമാണ് ഞാനും ആയിരിക്കുന്നത്. ദൈവം അതിനൊക്കെയുള്ള മുഖാന്തരങ്ങളെ ഒരുക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് ഞാൻ എന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ദൈവവചനത്തിലേക്ക് കടന്നു വരാം. 1-2 വചനങ്ങൾ ദൈവ ഭാഗത്ത് നിന്ന് നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായം 18-ാമത്തെ വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ. തുടർന്ന് ഒരു വാക്യം കൂടെ വായിക്കാം. അതിന്റെ 28-ാമത്തെ വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചതും ആവശ്യപ്പെട്ടതുമായ ഈ ഗൾഫിലെ ഈ കഷ്ടതയുടെയും ഈ യുദ്ധത്തിന്റെ ഭീതികളിൽ ഇസ്രായേലിലൊക്കെ ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, അതുപോലെ ഗൾഫിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഞാനും അവിടെയൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്കറിയാം. കുവൈറ്റിലൊക്കെ ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരൊക്കെ പ്രയാസത്തിലും കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഇന്ന് ഈ ദൈവത്തിന്റെ വചനം എടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇത് സംസാരിച്ച ഞാൻ ഈ മീറ്റിംഗിൽ ഓൺ ചെയ്തപ്പോഴാണ് ജോയ് സിസ്റ്റർ പറഞ്ഞത്, ഈ ഗൾഫിലെ മേഖലയിലെ ഈ യുദ്ധത്തെ കുറിച്ചും യുദ്ധശ്രുതികളെ കുറിച്ചും പറയുവാനിടയായത്. അപ്പോഴാണ് ഞാൻ, ദൈവമേ, ഞാൻ ഈ വചനം മാറ്റിയിരുന്നെങ്കിൽ ഇതൊരു ഈ സന്ദർഭത്തിനനുസരിച്ച് ഒരു വചനമായിരിക്കത്തില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന വചനമാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഈ വചനം ഏറ്റെടുക്കുന്നവർക്ക് ദൈവം വിശ്വസ്തന. അവൻ നമ്മളെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ
നമുക്ക് പ്രതികൂലമാര്. ഹല്ലേലൂയ. ആമേ. ദൈവ മക്കൾക്ക് പ്രതിസന്ധി ഉണ്ടോ, പ്രതികൂലമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി വന്നാലും പ്രതികൂലം വന്നാലും എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാ ഇത് നമ്മുടെ നന്മയ്ക്കായിട്ട് തരുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. അതായത് നമ്മുടെ ദൈവത്തെ കുറിച്ച് നമ്മുടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമേൻ ആമേൻ ഹല്ലേലൂയ, അവൻ സർവ്വവ്യാപിയ, ഒംനിപ്രസന്റ്, അവൻ സർവജ്ഞാനിയ, ഒംനീഷ്യന്റ്, അവൻ സർവശക്തന, ഒംനിപൊട്ടന്റ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് ആമേൻ അറിയാത്തതായ ഒരു കാര്യവുമില്ല. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മളെ പേർ ചൊല്ലി വിളിച്ച് നമ്മളെ ആമേൻ കാണുന്ന നമ്മൾ ഈ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുത്തിനും പുത്രന്റെ അടുത്തിലേക്ക് വരത്തില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ മുന്നമേ കണ്ടു, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ, പിണ്ണാകാരമായിരുന്നപ്പോൾ തന്നെ നിന്റെ കണ്ണ് എനിക്ക് മറവായിരുന്നില്ല. ഹല്ലേലൂയ. നമ്മളൊരു ഉരുവാകുന്നതിന് മുമ്പ് തന്നെ, അതായത് ബിനു എന്ന വ്യക്തി ലോകത്തിൽ ഇവിടെ ജനിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെ അനീഷ് പാസ്റ്റർ എന്ന വ്യക്തി ഇവിടെ ജനിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെ ജോയ് സിസ്റ്റർ എന്നുള്ള വ്യക്തി ഇവിടെ ജനിക്കേണ്ടത് ആവശ്യമാണ്, അവര് എന്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് എഴുതി വെച്ചേക്കുക. അത് ഒരു ശക്തിക്കും മാറ്റുവാൻ കഴിയത്തില്ല. അവൻ ആര് എത്രമാത്രം എതിർത്തെന്ന് പറഞ്ഞാലും, അവൻ വഴിതിരിച്ചു വിട്ടെന്ന് പറഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ് ആ ശുശ്രൂഷയിലേക്ക് തന്നെ ദൈവം കൊണ്ടുവരും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ വചനം പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. കഷ്ടതയും പ്രതികൂലവും എന്തിനെന്ന് നമുക്കറിയാം. നമുക്ക് എന്താണ് ഈ കഷ്ടതയും പ്രതികൂലം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ ദൈവ പൈതലായി തീർന്നപ്പോൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, ഞാൻ ദൈവ പൈതലാകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. അവര് ഈ ലോകത്തിലെ എന്തെല്ലാം സിനിമ കാണാനായാലും, വേണമെങ്കിൽ കള്ളു കുടിക്കാനായാലും, സിഗരറ്റ് വലിക്കാനായാലും എല്ലാത്തിനും കൂട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ കൂട്ടിക്കൊണ്ട് പോയി ചെയ്യാവുന്നതെല്ലാം ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ കൂടെ ഒക്കെ നമ്മളെ കൊണ്ടുപോകും. നമ്മൾ രക്ഷിക്കപ്പെട്ട് ഒരുവൻ ക്രിസ്തുവിൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു. ഇത് ദൈവത്തിന്റെ വചനം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ക്രിയ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് ഇവരെന്തുവായി പ്രതികൂലമായി മാറി. പിന്നെ ഇവരെ കാണുവാനോ സംസാരിക്കുവാനോ ഉള്ള താല്പര്യം നമുക്ക് വരത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ എന്റെ പ്രിയ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത്, അതുവരെ കൂട്ടുകാരനായിരുന്നു, അപ്പൊ ഈ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളിലും എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാനിങ്ങനെ ഈ സഹോദരൻ എൻ്റെ അടുത്ത് വന്ന്, ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വന്ന് പറയാ, നിനക്ക് ഞങ്ങളെ വേണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് നിന്നെ വേണം. അപ്പൊ ഞാനോർത്ത് ഇവന് നമ്മളെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് പിന്നെ അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ മാറിപ്പോയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പൊ ഇത് ഒരു വ്യക്തി എന്നല്ല, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ദൈവത്തിന്റെ വചനം പറയും, നമുക്ക് ഈ കൂട്ടുകാരനോടല്ല ഒരു പോരാട്ടമുള്ളത്, ഇവനിൽ വ്യാപരിക്കുന്നതായ, ഇവനെ കൊണ്ട് നടക്കുന്നതായ ഒരു ശത്രുവുണ്ട്. ഇവൻ ദൈവഭാഗത്ത് വരാതിരിക്കാൻ, ഇവൻ സുവിശേഷം കേൾക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇവനെ കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തി. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർഗത്തിലെ ദുഷ്ടാത്മ സേനകളോടും ഈ ലോകത്തിലെ അന്ധകാരത്തിലെ അധിപതികളോടുമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഈ വ്യക്തി എന്നുള്ള ഈ പേരിനുള്ള ആ പ്രസക്തിയില്ല. അതുകൊണ്ട് ലോകം, ജഡം, പിശാച്, ഇതൊക്കെയാണ് ശത്രുക്കൾ എന്ന് പറയുന്നത്. ഇതാണ് പിന്നെയും നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലായിത്തീരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, നമ്മൾ ദൈവ പൈതലാണെന്നുള്ള പരിപൂർണമായ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഭവനത്തില് എല്ലാ ബുധനാഴ്ച ദിവസവും പ്രിയ അച്ചായം വന്ന് എൻ്റെ ഫാദറിനോ വന്ന് പ്രാർത്ഥന നടത്തും. അന്ന് പ്രാർത്ഥനയൊന്നും അവിടെ ഇല്ലാതെ എല്ലാ ബുധനാഴ്ച ധൈര്യത്തോടെ അങ്ങ് വരുക. അപ്പൊ ഒരു ദൈവദാസന്മാരിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണെന്നുള്ള ഈ അച്ചായനിലൊക്കെയാണ് എനിക്ക് കാണുവാൻ കാര്യം. അപ്പൊ പേടിച്ചൊന്നും ഇരിക്കത്തില്ല, ധൈര്യത്തോടെ അങ്ങ് വരുക. അടിയെങ്കിൽ അടിക്കുക. എൻ്റെ പിതാവിനെ ഒന്നും അത് നോക്കിയില്ല. അങ്ങനെ അനേക വർഷങ്ങൾ അവിടെ മീറ്റിംഗ് നടത്തിയപ്പോൾ 85 വയസ്സായപ്പോൾ എൻ്റെ പിതാവ് എൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെട്ടു സ്നാനപ്പെടണമെന്നാണ്. സ്ഥാനപ്പെടാൻ അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് 80 വയസ്സ്. അമ്മയ്ക്ക് നേരത്തെ താല്പര്യം ഉണ്ടെങ്കിലും പിതാവിനെ പയന്നിരുന്നത് കൊണ്ട് അത് കഴിഞ്ഞില്ല. അവര് പമ്പയാറ്റില് റാന്നിയിൽ
റാന്നിയിലെ പാലത്തിനടിയിൽ ആ പമ്പയാറ്റി കൊണ്ടുവന്ന് അവരെ സ്നാനപ്പെടുത്തി ഒരു ജീപ്പ് പിടിച്ചു ഞാൻ 2-3 ജീപ്പിൽ ഇങ്ങനെ കയറി പാട്ടും പാടിപ്പോയത് ഞാൻ ഓർക്കുകയാണ്. അവിടുന്ന് തിരിച്ച് വീണ്ടും ഞങ്ങൾ കുമ്പളാമ്പികയിലോട്ട് തലച്ചിറയിലോട്ട് അവൻ വീണ്ടും വന്നത് ഞാൻ ഇങ്ങനെ ഇപ്പോഴും ഓർക്കുന്നു. അപ്പം 85-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് വീട്ടിൽ വന്ന് പറഞ്ഞ ആദ്യത്തെ കാര്യം, എൻ്റെ 85 വർഷം വെറുതെ പോയി. എൻ്റെ പിതാവ് പറയുക, ഇത് ഞാൻ നേരത്തെ അറിഞ്ഞില്ലല്ലോ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യണം. അപ്പോൾ എനിക്കുണ്ടായിരുന്ന വിശ്വാസത്തെക്കാൾ അധികമായിരുന്നു എൻ്റെ പിതാവിനുണ്ടായിരുന്ന വിശ്വാസം എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം ആരോഗ്യം നഷ്ടപ്പെട്ടു. അപ്പോൾ 10 സെന്റ് ആകെ ഉണ്ടായിരുന്ന 1 ഏക്കർ സ്ഥലത്ത് നിന്ന് 10 സെന്റ് സ്ഥലം ദൈവസഭയ്ക്ക് അങ്ങ് എഴുതി അങ്ങ് കൊടുത്തു. അവിടെ ഇപ്പോൾ മനോഹരമായൊരു ഹോൾ വെച്ച് പിന്നെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആ മാർത്തോമ്മ കെട്ടുപാടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന കുറച്ച് ആൾക്കാർ ചേർന്ന് ഞങ്ങൾ അവിടെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടുവരുന്നു. എൻ്റെ ഭവനത്തോട് ചേർന്ന് എൻ്റെ മാതാപിതാക്കളൊക്കെയും വാർദ്ധക്യമായ ഹോളിൽ വരാൻ കഴിയാതിരുന്ന അവസ്ഥകളിൽ ആ വാതിക്ക വന്നിരുന്ന് ഇങ്ങനെ ഹോളിലൂടെ നോക്കി പാട്ടും കേട്ട് വചനവും കേട്ട് ഇരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ അവർ നിത്യതയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. 92-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവും 85-ാമത്തെ വയസ്സിൽ എൻ്റെ മാതാവും നിത്യതയിൽ ചേർക്കപ്പെട്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ അവരുടെ സന്തോഷം, അവരുടെ ദൈവത്തിന്റെ വചനം പറഞ്ഞ ആരംഭത്തെക്കാൾ അവസാനം നല്ലതായിരിക്കണം. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നല്ലോ, നമ്മുടെ അവസാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ ഓർക്കേണ്ടതായ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടുകാരൻ പാടും, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ കനം ഓർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. അപ്പൊ അതുകൊണ്ട് ഈ കഷ്ടതയും പ്രയാസങ്ങളും എല്ലാം മാറുന്ന ഒരു ദിവസമുണ്ടെന്ന് ദൈവം അറിയിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആമേൻ, ഹല്ലേലൂയ. നാം അറിയുന്നു, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് വിശ്വാസിക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഇവിടെ ഹല്ലേലൂയ, നമുക്കറിയാം. നമുക്കതിന്റെ ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യം ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒത്തിരി സമയമാകും. അതുകൊണ്ടാണ്, ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെടാനും ഒക്കെ അത് സഹായിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, ഹല്ലേലൂയ, ഇവിടെ വായിച്ചത് ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നാം അറിയണമെങ്കിൽ നമ്മൾ അനുഭവിക്കണം. ഒരു അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അറിയുവാൻ കഴിയത്തുള്ളൂ. അറിയണമെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുകയാ, ആമേൻ, ഹല്ലേലൂയ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 34:8 നമുക്ക് വായിക്കാൻ കഴിയും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. അപ്പൊ ഞാൻ രുചിച്ചറിയുന്നത് നിങ്ങളോട് പറഞ്ഞാൽ അത് ഒരു നല്ല അനുഭവമായി നമുക്ക് തോന്നത്തില്ല. ഞാൻ എന്ന വ്യക്തി, നിങ്ങളെന്ന വ്യക്തി, അത് ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിയണം. അതിനെക്കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും. ഇത് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഒരു ദേവദാസിയാണെന്ന് തോന്നുന്നു പ്രാർത്ഥിച്ചപ്പോൾ പറയുന്നത്, സർവ്വ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഈ അറിവാണ് നമ്മളെ ദൈവഭാഗത്ത് ദൈവസന്നിധിയിൽ നിലനിർത്തുന്നത്. ദൈവം നല്ലവനെന്ന് നമ്മൾ രുചിച്ചറിയും. അനേക സാക്ഷ്യങ്ങൾ കേട്ടു. പ്രിയ ജോയ് സിസ്റ്റർ സാക്ഷ്യം കേട്ടു, അതുപോലെ പ്രിയ ആന്റിയുടെ സാക്ഷ്യം കേട്ടു. ക്യാൻസറിന്റെ അനുഭവത്തിലൂടെ എല്ലാം കൊണ്ടുപോയി. അവ എത്രയോ നല്ലവനാ. അനേകര് ഇന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ജീവനോടെ ഇരുന്നുകൊണ്ട് ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ജീവനോടെ ആക്കി വെച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ കഴിവല്ല, നമ്മുടെ ആരോഗ്യത്തിന്റെ ഇതല്ല, നമ്മുടെ എന്തുവാ ഇമ്മ്യൂണിറ്റി
ഇമ്മ്യൂണേഷൻ, ആ ഒരു പവറല്ല, ആമേ, അതുപോലെ ഒരു ശക്തിയുമല്ല. നമ്മുടെ ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നും ആയിരിക്കുന്നത്, കൂട്ടായ്മയിലായിരിക്കുന്നത്. ഞാൻ മുന്നോട്ട് പിന്നീടുള്ള അവസരങ്ങളിൽ ദൈവം അവസരം ഒരുക്കുന്നുവെങ്കിൽ വീണ്ടും കടന്നു വരുവാനും ദൈവവചനം ശുശ്രൂഷിക്കുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നു. അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും ദൈവവേലകളെ ദൈവം മാനിക്കട്ടെ. അവൻ ഹല്ലേലൂയ, അവൻ ആർക്കും കടക്കാരനല്ല, ദൈവത്തിന് പരിശുദ്ധാത്മാ പറയാ. അപ്പൊ അതുകൊണ്ട് അവൻ അമർത്തി കുലുക്കി വലിയൊരു അളവ് നമ്മുടെ മടിയിൽ തരാൻ ശക്തനാ. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് കഷ്ടങ്ങൾ അവനെ കുറിച്ച് നമുക്ക് വായിച്ചതുപോലെ കഷ്ടങ്ങൾ സാരമില്ല, നമ്മിൽ വരുവാനുള്ള തേജസ്സിനെ കുറിച്ചുള്ള ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതൊന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.